കരയിൽ രമ്യ ഹരിദാസ് 12,000-ഓളം വോട്ടുകൾ ഇതിനകം പുറകിലാണ്. UR പ്രദീപ് 12,000-ഓളം വോട്ടുകളുടെ വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനം ചേലക്കരയിൽ ആഹ്ലാദ പ്രകടനം. മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ, മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ UR പ്രദീപിന്റെ ആഹ്ലാദ പ്രകടനം ചേലക്കര. UDF-നെ നേരത്തെ PM മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ കുപ്രചാരണങ്ങളെ ചവറ്റുകുട്ടയിൽ തള്ളി ജനം ഇടത് സർക്കാരിനൊപ്പം നിന്നു. അതിനുള്ള ഉദാഹരണമാണ് ചേലക്കര കാണിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷം എന്തെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമായിരുന്നു. മുനമ്പം ചെലവായില്ല, സീപ്ലെയിൻ വിവാദം ചെലവായില്ല, കർഷകർക്കെതിരെയാണ് ഇടതുപക്ഷം എന്നുള്ള ആരോപണം, ഇതൊന്നും ചെലവായില്ല. 12,000-ത്തിനടുത്ത് ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ് UR പ്രദീപിന്റെ ലീഡ് നില. ആ തരത്തിലേക്ക് പോകുന്നു. ഇടതുപക്ഷത്തിന് വലിയ ആശ്വാസം. ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല. മറ്റെല്ലാവരും പറഞ്ഞപ്പോഴും ഇത് സർക്കാരിന് വിലയിരുത്തലാകുമെന്ന് UR പ്രദീപ് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇടതുപക്ഷത്തിന് മന്ത്രി കെ രാജന്റെ സെൽഫി UR പ്രദീപിനൊപ്പം നിന്ന് ഇടതുപക്ഷത്തിന് ആശ്വാസമുണ്ട്. മന്ത്രി കെ രാജനടക്കം CPI നേതാക്കളുടെ വലിയ സാന്നിധ്യം ഈ UR പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുടനീളം ഉണ്ടായിരുന്നു. വലിയ വിജയം സംഭവിക്കുന്ന സാഹചര്യമാണ്. ആദ്യഘട്ടം മുതൽ തന്നെ UR പ്രദീപിന്റെ ജനകീയത അവിടെ ഇടതുപക്ഷത്തെ വലിയ തോതിലുള്ള അംഗീകാരം അവർ സഹായിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ജനകീയ MLA ആയിരുന്നു, നാട്ടുകാരനാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ ഇടതുപക്ഷത്തിന് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കാവുന്ന ഒരു ജനകീയത UR പ്രദീപിനുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അത് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ UR പ്രദീപിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ. ഇതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നത്, അത് ഈ ചില സമയത്ത് അനാവശ്യ പിന്തുണയൊക്കെ വേണ്ടാത്ത വിവാദത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് പറയുന്ന പോലെ രാഹുലിനെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് SDPയുടെ അഭിവാദ്യം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോട്ട് അല്ലെങ്കിൽ ആ ലീഡ് നിലയിലൊക്കെ ഇനി ഇടതുപക്ഷത്തിനും BJPക്കും പറയാൻ കഴിയുന്ന ആരോപണങ്ങളൊക്കെ അതായിരിക്കും. SDPയുടെ പിന്തുണ, SDPയുടെ അഭിവാദ്യം രാഹുലിന്റെ വിജയത്തിലേക്ക്. കെ മുരളീധരൻ ഒക്കെ സംസാരിക്കുന്നുണ്ട് വലിയ സന്തോഷത്തിൽ. മുരളീധരനും ആശ്വസിക്കാം. അതായത് എത്ര വിവാദമുണ്ടായാലും അവസാന സമയത്ത് പാലക്കാട് മുരളീധരൻ എത്തി. സജീവമായി സന്ദീപ് വാര്യർ വിഷയത്തിനകത്ത് കടുത്ത നിലപാടെടുത്തെങ്കിലും സന്ദീപ് വാര്യരും കെ മുരളീധരൻ തമ്മിൽ നേരിട്ട് കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു. കടലും ആനയും ഒക്കെ പോലെ മോഹൻലാലും പോലെ കണ്ടാൽ മലയാളിക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് കെ മുരളീധരൻ എന്നുള്ള ഒരു കമന്റ് സന്ദീപ് വാര്യരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇതാ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ മുകളിൽ ഇടതുപക്ഷത്തിന്റെ ആഹ്ലാദം, താഴെ DCC ഓഫീസ് അല്ലെ, ഓഫീസിലാണ്. പാലക്കാട് DC ഓഫീസാണ്, അതോ ക്ഷമിക്കണം KPC ഓഫീസാണ്. തിരുവനന്തപുരത്തെ KPCC ഓഫീസിൽ ഫലം വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട MM ഹസൻ ഉണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ലിജു ഉണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ സാന്നിധ്യം. പന്തളം സുധാകരനുണ്ട്. KPCC ഓഫീസിൽ ആഹ്ലാദത്തോടെ പാലക്കാട് ജയം ആഘോഷിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകർ. പക്ഷെ അവർക്ക് ചേലക്കരയിലെ വിജയം നിരാശയാണ് എങ്കിൽ പോലും ചേലക്കര ഒരു ഇടതുകോട്ടയാണ് എന്ന് UDF-ന് ആശ്വസിക്കാം, കോൺഗ്രസിന് ആശ്വസിക്കാം. പക്ഷെ അവിടെയും അവർ വിജയം പ്രതീക്ഷിച്ചിരുന്നു. അത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ വലിയ വിജയം പാലക്കാട് ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു നിൽക്കാൻ കോൺഗ്രസിന് ഒരു വലിയ പിടിവലിയാണ്. ഫ്രെയിമിൽ കാണുന്ന രണ്ട് ചിത്രം, സന്തോഷിക്കുന്ന ഇടതുമുന്നണി, സന്തോഷിക്കുന്ന UDF-ന്റെയും LDF-ന്റെയും സന്തോഷം. ചിത്രത്തിലില്ലാത്തത് NDA, ചിത്രത്തിലില്ലാത്തത് BJP. കേരളത്തിൽ തൃശൂർ എല്ലായ്പ്പോഴും ആവർത്തിക്കില്ല എന്നുള്ള സന്ദേശം ഇടതും വലതും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം ഒരുമിച്ച് BJPക്ക് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയണം. എവിടെയാ ചിത്രത്തിൽ NDA, എവിടെയാ ചിത്രത്തിൽ പാലക്കാട് വലിയ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞ BJP എവിടെ? മുകളിൽ കാണുന്നു. ഇത് ഇടതുപക്ഷത്തിന്റെ കോട്ട ചേലക്കര, UDF-ന്റെ കോട്ട പാലക്കാട്. വയനാടും വിട്ടുകൊടുത്തിട്ടില്ല എവിടെയും. കൃത്യമായിട്ടുള്ള സാന്നിധ്യം. ആ വോട്ട് അതേപടി നിർത്തി. 12,451 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. 12,451 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു. അത് വലിയൊരു ഭൂരിപക്ഷമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഷാഫി പറമ്പിൽ ജയിച്ചത് ഷാഫി അല്ല രാഹുൽ എന്നും ഷാഫിയുടെ കരിസ്മ രാഹുൽ ഇല്ല എന്ന് പറയുമ്പോഴും ഷാഫി പറമ്പിലിന്റെ പൂർണ്ണ സാന്നിധ്യം പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. VD സതീശൻ പൂർണ്ണമായും ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പാലക്കാട്ടിലെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചത്.
കാണിച്ചത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു മണ്ഡലമായി പാലക്കാട് മാറിയിരുന്നു. കോൺഗ്രസിന്റെ UDF-ന്റെ പ്രസ്റ്റീജ് പോരാട്ടമായി പാലക്കാട് മാറിയിരുന്നു. അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, അവർ നടത്തിയ പ്രത്യേക സംവിധാനങ്ങൾ, അത് വലിയ തോതിലാണ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് MLA ആകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. പാലക്കാട് മുരളീധരന്റെ പ്രതികരണം വന്നിരിക്കുന്നു. അപർണ, പാലക്കാട് വിജയത്തിനൊപ്പം UDF-ന് നൽകിയത് ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് കെ മുരളീധരൻ പറയുന്നു. വോട്ടായി മാറണമെന്നില്ല, ഭരണവിരുദ്ധ വികാരം എല്ലാ കാലത്തും വോട്ടായി മാറണമെന്നില്ല, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ചേലക്കര ചൂണ്ടിക്കാണിക്കുന്നു. ഇക്കാര്യങ്ങൾ പാർട്ടി ഗൗരവമായി പരിശോധിക്കും. എല്ലാ സന്തോഷത്തിനിടയിലും കെ മുരളീധരന്റെ ഒരു കൊട്ട് അതിനിടയിൽ വരികയാണ്. പൂർണ്ണമായും ക്രെഡിറ്റ് നേതൃത്വത്തിന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനെ ആ തരത്തിൽ പ്രതിഫലിപ്പിക്കാൻ UDF-ന് കോൺഗ്രസിനായിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് മുരളീധരൻ. സ്വാഭാവികമായും ഇത്തരം പ്രതികരണങ്ങൾ കൂടി പ്രതീക്ഷിക്കണം. പാലക്കാട് കൂടി തോറ്റിരുന്നെങ്കിൽ മുരളി എന്ത് പറഞ്ഞേനെ എന്ന് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷേ പാലക്കാട് ഈ വിജയം വന്നതുകൊണ്ട് നമുക്കറിയാം, സന്ദീപ് വാര്യർ വന്നപ്പോൾ ആദ്യം പരസ്യമായി പ്രതികരിച്ച നേതാവ് കൂടി മുരളീധരനാണ്. അത് പക്ഷേ പിന്നീട് അദ്ദേഹം തണുത്തു എങ്കിൽ പോലും അവിടെ ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമ്പോൾ മുരളീധരന്റെ വാക്കുകൾക്ക് ഒരു തടസ്സമുണ്ടാകും. തുറന്നു പറയുന്ന സന്ദീപ് വാര്യർ വന്നുകൊണ്ട് വോട്ടൊന്നും കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അതായത് UDF-ന് വോട്ട് കിട്ടിയെന്നല്ല, വോട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാൾ കോൺഗ്രസിൽ എത്തി എന്ന് മാത്രമേ ഉള്ളൂ. കെ മുരളീധരന്റെ പ്രതികരണം, കെ മുരളീധരന്റെ വാക്കുകൾ അടിവരയിട്ട് വായിക്കണം. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. സ്വാഭാവികം ഇത്തരം വലിയ സന്തോഷത്തിലും ഇത്തരം തുറന്ന അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കോൺഗ്രസിൽ കാണും. കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണ്. UDF ഇത്രയും വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും ഇതൊക്കെ, അതായത് അല്പം മുൻപ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ്, കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട്, UDF-ലേക്ക് വന്നതുകൊണ്ട് ഗുണമുണ്ടായി എന്ന് അല്പം മുൻപ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ. കെ മുരളീധരൻ പറയുന്നു കോൺഗ്രസിലേക്ക് ഒരാൾ എത്തി എന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സന്ദീപ് വന്നതുകൊണ്ട് വോട്ടൊന്നും കോൺഗ്രസ് നഷ്ടപ്പെട്ടില്ല. സന്ദീപ് ഒരാൾ കോൺഗ്രസിൽ എന്ന് മാത്രം, അതായത് കോൺഗ്രസിൽ അവർ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടില്ല, നേടിയിട്ടുമില്ല എന്നായിരിക്കും പക്ഷേ മുരളീധരൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കണം. ഏതായാലും 12,451 എന്ന ഭൂരിപക്ഷം പാലക്കാട്ട് എല്ലാവരും കാത്തിരുന്ന മത്സര ഫലമാണ് പാലക്കാട്ടേക്ക് അതവിടെ അവർ നേടിയിരിക്കുന്നു. BJP അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി ചേർത്ത് വായിക്കണം. ഒപ്പം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് 12,451 ഇതാ എത്തുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ നൽകണം. സന്ദീപ് വാര്യരുടെ വരവ് ഏത് തരത്തിലുള്ള ഗുണമായി എന്നൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ 12,451 വോട്ടുകൾക്ക് ഏതാണ്ട് വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഒന്നും അറിയാനുമില്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്, വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ, ചേലക്കരയിലും പ്രതീക്ഷിച്ചതിലും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ചേലക്കര ആധിപത്യം പുലർത്തിയിരിക്കുന്നു. അപ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ, വയനാട്ടിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങൾ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, എന്തുകൊണ്ട് മറ്റ് രണ്ട് മുന്നണികളും നില മെച്ചപ്പെടുത്തിയില്ല? കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വികാരം അവിടെ വോട്ടായി മാറിയോ? മുനമ്പം സമരത്തിനെ തുടർന്ന് വയനാട്ടിലും ക്രൈസ്തവ സഭകളുടെ പിന്തുണ നേടാം എന്നുള്ള പ്രതീക്ഷ അത് NDAക്ക് ഒരു വോട്ട് പോലും നേടിക്കൊടുത്തില്ലേ എന്നുള്ള ചോദ്യം വയനാട്ടിൽ നിന്ന് പാലക്കാട് വലിയ ചോദ്യമാണ് വരിക. പാലക്കാട് ഉയർന്നത് വലിയ ചോദ്യം. ഇടതുപക്ഷത്തേക്ക് പീസറിനെ കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തോ? BJPക്ക് അകത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ, സന്ദീപ് വാര്യർ UDF-ലേക്ക് വന്നത്, അത് BJPക്ക് ദോഷം ചെയ്തോ? BJPയുടെ അടിസ്ഥാന വോട്ടുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? ആ വോട്ടുകൾ എവിടേക്ക് പോയി എന്നുള്ളത് ചേലക്കരയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതേയില്ല. എവിടെയും രമ്യ ഹരിദാസിന് ഒരു തരി പോലും മുന്നോട്ട് കടക്കാനായില്ല. അപ്പോൾ എവിടെയായിരുന്നു സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം? 3 തെരഞ്ഞെടുപ്പുകളും ചോദ്യം ഉയർത്തുന്നുണ്ട്. തീർച്ചയായും സന്ദീപ് വാര്യരുടെ വരവ് എങ്ങനെ കോൺഗ്രസിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയ ചർച്ച നടന്നിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് 12,451 വോട്ടിന്റെ ഭൂരിപക്ഷം ഇതിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടുന്ന പശ്ചാത്തലമുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 2,98,362, അതായത് 3 ലക്ഷം കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയങ്ക ഗാന്ധിയുടെ 3,11,420 ലക്ഷം പിന്നാലെ 3,18,420 പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്തുന്നു. 3 ലക്ഷം കടന്നു, 5 ലക്ഷത്തിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ പറയാം, UDF-ന് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പല്ല, കോൺഗ്രസ് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പല്ല. വയനാട്ടിൽ ഇനി അറിയേണ്ടത് പ്രിയങ്ക ഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെ